അങ്ങനെ ഒരു ബോക്സ് മീനിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചൂടാനുള്ള സാധനങ്ങളാണ്. ക്രാബുണ്ട്, പിന്നെ പാരുണ്ട്, അയലുണ്ട്, പിന്നെ വേറെന്താ മേടിച്ചു നമ്മള് മാന്തലുണ്ട്. എല്ലാ ഐറ്റം സാധനങ്ങൾ തിന്നിട്ട് അതിന് ചൂടാളാണ് ചൂടാള്. ഹലോ ഗായ്സ്, എന്തുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് അടിപൊളിയായിട്ടോ, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടാണ് പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോറിങ് യു എ ആട്ടോ. അതായത് യു എയുടെ പല ഭാഗങ്ങൾ നമ്മൾ ഇനി കാണാൻ പോവാണ്. നമ്മൾ കാണാത്ത യു എ നമ്മൾ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സോ പറയുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷത്തോളമായി നമ്മൾ യു എയിൽ താമസിച്ചു തുടങ്ങിയിട്ട്. ഇതുവരെ നമ്മൾ യു എയുടെ ജോലി റൂം, ഫുഡ് അടിക്കുക, കിടന്നുറക്കുക, അതല്ലാതെ നമ്മൾ പുറത്തിറങ്ങി ഒന്ന് കറങ്ങാനോ പിടിക്കാനോ എന്നുള്ള സമയങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അതിനുള്ള സമയം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സത്യം. സോ അതെല്ലാം മാറ്റി മറിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി മുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് 4 ആഴ്ചയായിട്ട് നമ്മൾ പല ഭാഗങ്ങളിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു എയുടെ. സോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊടി ചങ്കളെ നമുക്ക് അടിച്ച് പൊളിച്ച് തകർത്തർമാദിച്ച് വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ അടിപൊളി വീഡിയോ ഇൻഷാ അല്ലാഹ്. അന്ന് നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ദുബായിലേക്കാണ് കേട്ടോ. ദുബായിൽ നമ്മൾ പോകുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അത് നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നു, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എനിക്കൊരു മനസ്സിന് സുഖം, കാണുന്നവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഈ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഗായ്സ്, കീപ് സബ്സ്ക്രൈബിങ് ഗായ്സ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, മിജുബ ഇസ് റെഡി ഫോർ ട്രാവൽ. അങ്ങനെ മിച്ചുബ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോകാനുള്ള. മിച്ചുബയുടെ ഔട്ട്ലുക്ക് കണ്ടില്ലെന്ന്. ഏതാ ഫ്രീക്കാ ആരും റെഡി? ഇതാ ശരി. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എത്തിയിരിക്കുന്ന റാഹയിലാട്ടോ. എന്നും നമുക്ക് അന്നം തരുന്നൊരു റെസ്റ്റോറൻ്റാണ് റാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ഇവിടെ വന്നിരിക്കണം. അപ്പം ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കണം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരു മസാല ദോശ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് 2 കുറ്റി പുട്ട്, പിന്നെ നമ്മളെ മെയിൻ കോഴ്സായിട്ടുള്ള കടലക്കറി. അതാണ് നമ്മളെ ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണം. അപ്പോൾ കടലക്കറി ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള കടലക്കറിയും നല്ല പുട്ടും കൂട്ടിയിട്ട് കൂട്ടിയടിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും അകത്തേക്ക് ആക്കിയിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക്. ഇവിടുന്ന് ഏകദേശം നമുക്ക് ദുബായിലേക്ക് ഒരു ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. ആ 1 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഫ്യൂവൽ എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് നേരെ പോട്ടോ. കോർഫ് നാട്ടിലൂടെ കുറച്ചുകൊണ്ട് ഓടിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടോ. കുറേ ഒട്ടകങ്ങളും അതിനെക്കുറിച്ച് മേയ്ക്കാൻ ഒരു പാകിസ്ഥാനി. ഈ ഒരു നട്ടാപ്പുറ വെയിലത്ത് ആശാൻ അതിനൊക്കെ മേയിച്ച് പോവാണ്. ഇതൊക്കെ ആടുജീവിതം പോലൊക്കെ തന്നെയാണ് ഈ ഒട്ടക ജീവിതം എന്ന് പറയുന്നത്. എന്തൊരു കഷ്ടപ്പാടല്ലേ. വെള്ളിയാഴ്ച ഉച്ചരിഞ്ഞിട്ട് എല്ലാവർക്കും ഓഫ് ഡേ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് റോഡുകളൊക്കെ ഭയങ്കര റഷായി തുടങ്ങിയിട്ടാണ്. ഇത് ഏകദേശം നമ്മുടെ നഹ്ദ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല തിരക്കാണ്. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ എത്തിപ്പെട്ടത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് കേട്ടോ. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിലെ തന്നെ മീൻ മേടിക്കാൻ പോകുന്ന ലുലു മാൾ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു വലിയൊരു മാളാണ്. ഇവിടെ മെയിൻ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണ്, അതായത് ഫിഷ് മാർക്കറ്റാണ്. പിന്നെ വെജിറ്റബിൾ വിത്ത് ഷോപ്പിംഗ് മാളുമായിട്ട് ഒരു സെറ്റപ്പ് ആട്ടോ അത്. അങ്ങനെ നമ്മളിതിൻ്റെ അകത്തേക്ക് വണ്ടിയായിട്ട് നൈസായിട്ട് കയറിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മളെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഗായ്സ്. നമ്മൾ വിചാരിക്കും ഇതൊരു ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. സോ ഇത് വലിയൊരു മാളാണ് ഗായ്സ്. അതിൻ്റെ ഉള്ളിലാണ് ഒരു ഏരിയയിലാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ് വരുന്നത്. അവിടെയാണ് ഫിഷ് മാർക്കറ്റ് വരുന്നത് കേട്ടോ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മാർക്കറ്റ് കേട്ടോ. ഇങ്ങനൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, അത്രയ്ക്കും ക്ലീൻ ആയിട്ടാണ്. പിന്നെ പറയാണ്ട് മാത്രം വെച്ച് കഴിഞ്ഞാൽ മീനുകളുടെ എന്താ പറയുക ഒരു കലവറ. ചെമ്മീൻ്റെ വലിയ സൈസ്, അത് വലുപ്പം നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ പോലും കാണാത്ത അത്രക്കും വെറൈറ്റി മീനുകളാണ് അവിടെ കണ്ടത്.
അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കേട്ടോ. ഓരോ സ്റ്റാളിനും പ്രത്യേകമായിട്ടുള്ള ആളുകളും അതിനുള്ള സജ്ജീകരണങ്ങളും ഒരു വലിയൊരു ഏരിയ തന്നെ ഇതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അത്ര വലുപ്പമുള്ള എത്ര വണ്ണുള്ള ഒരു സൈസ് മീനിനൊക്കെ ഞാൻ കാണും. ഓരോരോ ഇടവേളകളിലും ക്ലീനിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫ്ലോറായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുക. ഒരു കോർണറിലായിട്ട് ഫിഷുകളെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ മീറ്റിനല്ലാതെ തന്നെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഫിഷുകളെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അവിടെ എന്തൊക്കെയോ ഇപ്പോൾ സെറ്റപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പർച്ചേസിങ് ടൈമാണ്. ക്രാബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിഞ്ഞ് ക്രാബിൻ്റെ ഒരു റോസ്റ്റ്, അടിപൊളി റോസ്റ്റ് നമ്മളിഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. कितना केजी? 1 kg. താങ്ക് യു വെരി മച്ച്. ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ കണ്ടാൽ തന്നെ ജസ്റ്റ് ഒന്ന് കയറി വില ചോദിച്ച് സാധനം എടുത്തിട്ടുണ്ട് പോരും. അമ്മാതിരി രീതിയിലാണ് ഡിസ്പ്ലേ ഒന്ന് ഒരുക്കി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു വ്യൂ ആണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം കുറേ സ്റ്റാളുകളും ഏകദേശം ഒരു ദിവസം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 10,000-ൽ പരം ആൾക്കാരും അവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിനുള്ള പ്രസക്തി ഇല്ല കേട്ടോ. കൽപ്പല പിന്നെ എന്നെ അമ്പരിപ്പിച്ചൊരു ഏരിയ ആണ് ഇത്. ഇത് മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മേടിക്കുന്ന മീൻ അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ കിലോൻ്റെ ഹിസാബിൽ, അതായത് കിലോൻ്റെ കണക്ക് വെച്ചിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹൈജീനിക് ആയിട്ടുള്ള പ്രോസസ്സ് അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ച് 8ൻ്റെ പണി കിട്ടും. നമുക്ക് ഐസ് എടുത്തില്ലേ? भाई एक पैकेट ही कितना है भाई? ഇങ്ങനെ 2 പാക്കറ്റ് ഐസ് ഞങ്ങൾ മേടിച്ചിരിക്കുകയാണ്. ഇനി നേരെ കൊണ്ടിട്ട് ആ കാർട്ടൂണിലിടുക, സംഭവം സെറ്റാക്കുക, നമ്മളെ നാട്ടിലേക്ക് എത്തിക്കുക, കോർഫുഖാനിലെത്തിക്കുക. ഇതൊരു ജസ്റ്റ് ഒരു ക്രോസിങ് ഏരിയ ആണ് കേട്ടോ. എന്ത് ഭംഗിയിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? നല്ലൊരു യൂറോപ്യൻ ആംബിയൻസ് പോലത്തൊക്കെ തോന്നിയത്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് പോകാം കേട്ടോ. ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ. എല്ലാം അത്യാവശ്യം വലിയ മാർക്കറ്റാട്ടോ. പക്ഷെ ഇവിടെ വലിയ റേറ്റിന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല കേട്ടോ. തക്കാളിയൊക്കെ നല്ല പ്യൂർ തക്കാളീസാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ തന്നെ വേറൊരു വൈബാട്ടോ. ഇങ്ങനെ നടക്കാൻ നമുക്ക് ഫുൾ കളർഫുള്ളാണ്. ഒരു യൂണിഫോം ആണെന്നുണ്ടെങ്കിലും കളർഫുള്ളാണ്. പിന്നെ പോരാത്തിന് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചുള്ളതൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 4-ാം നമ്പർ ഡോറ് കണ്ട് അതിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മോനെ അടിപൊളി വ്യൂ. ഇവിടുന്ന് കുറച്ച് കിടക്കാച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് സെറ്റായി കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചിട്ടോ. നല്ല രസം. ഈ ഒരു കായലാണോ കടലാണോ എന്നല്ല എനിക്കറിയില്ല കേട്ടോ. പക്ഷേ വെള്ളത്തിനക്കൊന്നുമില്ല, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ 4-ാം നമ്പർ ഗേറ്റിലൂടെ ഇറങ്ങിയപ്പോൾ അടിപൊളി ഒരു വ്യൂ. അയവ നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഏരിയ എന്നൊക്കെ പറയില്ലേ, അതേപോലൊരു അടിപൊളി പീസായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഏരിയ കേട്ടോ. കുറച്ച് നേരം അവിടെ വന്ന് ഒന്ന് തട്ടിമുട്ടി കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റീഫ്രഷായി. ഇനി നേരം വൈകി കഴിഞ്ഞാൽ നമ്മളെ വൈകിട്ടത്തെ ജോബിന് അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളിനി ഇവിടുന്ന് നേരെ തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ഫുഡ് കഴിക്കണം. നമുക്ക് കറാമയിൽ പോവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കറാമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതൊരു ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ.
പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചൂടാനുള്ള സാധനങ്ങളാണ്. അങ്ങനെ ദുബായിയുടെ ഏതോ ഒരു ഏരിയയിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. കറാമയുടെ ഒരു ഏരിയ ഉണ്ടത്, എവിടെയാണെന്നറിയില്ല. പറഞ്ഞു കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ കറാമയാണ് എന്നാണ് പറയുന്നത് ഗൂഗിൾ അമ്മച്ചി. അപ്പോൾ ഇന്ന് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു പള്ളിയാണ് കേട്ടോ. ഓരോ വെള്ളിയാഴ്ച ഓരോരോ പള്ളി, അതാണ് നമ്മുടെ ടാർഗറ്റാണോ ടാർജറ്റാണോ ഇത് ടാർജറ്റ്. അതിനപ്പോൾ നമ്മൾ പള്ളി കയറാൻ പോവാണ്. അപ്പം ഞാൻ പള്ളിയുടെ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു കേട്ടോ. അതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. മോന്തി കുടിച്ചോ, നല്ല ചൂടാ, നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല കൂള് സല്ലാജോ. ചാമ്പിക്കോ. അങ്ങനെ നമ്മൾ ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള കറാമയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദിസ് ഈസ് ദ കോഴിക്കോടൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് തട്ടാൻ പോവാണ്. എന്നാൽ നമുക്ക് അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. കറാമയിൽ ഉച്ചക്കത്തെ ഫുഡിനൊക്കെ വന്നു കഴിഞ്ഞാൽ 1 മണി 2 മണി ആ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കാവും കേട്ടോ. എല്ലാ ഷോപ്പിലും തന്നെയാണ് അവസ്ഥ, ഭയങ്കര തിരക്കായിരിക്കും. റഷ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും പറയില്ല, അമ്മാതിരി റഷ്. അവസാനം നമുക്കുള്ള ഇല വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇലയിലേക്കുള്ളത് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഷോപ്പിലൊക്കെ ബിരിയാണി മയമായിരിക്കും. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. സോ ചിക്കൻ ബിരിയാണി ഇന്നും ഇവിടെ കലാസായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തത്. യെസ്, ബീഫ് ബിരിയാണി വന്നു. കൊള്ളാം. എനിക്ക് പേഴ്സണലി റൈസ് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് കഷ്ണം, അതായത് ബീഫ് അങ്ങോട്ട് വല്ലാതെ ആ മസാല ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ സമയം കഴിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഈ ഒരു മനോഹരമായ ആ വീക്കെൻഡിനോടും വിട പറഞ്ഞ് നമ്മൾ നേരെ ഇനി ഗൾഫ് ഖാനിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ വീഡിയോ നീ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുട്ടികൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.